ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചൈനീസ് ചില്ലി ചിക്കനാണ്. നിങ്ങൾക്കും വളരെ ഈസിയായി വീട്ടിൽ തന്നെ ചില്ലി ചിക്കൻ തയ്യാറാക്കാവുന്നതാണ്. ഇതൊരു ഇന്ത്യൻ സ്റ്റൈൽ ചൈനീസ് ചില്ലി ചിക്കനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചിക്കൻ ഞാൻ 450 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോണോട് കൂടിയ ചിക്കനും ഉപയോഗിക്കാം. ഞാനിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ മൈദ, കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് അവസാനമായി ഒരു മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തത് ചേർത്ത് നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 30 മിനിറ്റോളം മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻ ഓയിലോ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ ചിക്കൻ പീസ് ഓരോന്നായി ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കുക. ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ വേണം വറുത്തെടുക്കാൻ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി 3 ടീസ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടീസ്പൂൺ എന്നിവ ചേർത്ത് ഒരു 10 സെക്കൻഡ് ഇളക്കുക. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ താഴെയുള്ള വെള്ള നിറത്തിലുള്ള ഭാഗം ചെറുതായി അരിഞ്ഞത് 3 ടീസ്പൂൺ ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ക്യൂബുകളായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. സവാള ഒന്ന് സോട്ടായി വന്നാൽ 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ആക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസ് കാപ്സിക്കം ക്യൂബ് സൈസിലോ ട്രയാങ്കിൾ സൈസിലോ രീതിയിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുക. ഇനി ഇതെല്ലാം ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കുക. തീ അല്പം മീഡിയം ആക്കി വെച്ച ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ഗ്രീൻ ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് ഒരു മിനിറ്റ് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അവസാനമായി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ മുകളിലുള്ള ഗ്രീൻ കളറുള്ള ഭാഗം ചേർത്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ചൈനീസ് ചില്ലി ചിക്കൻ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം കേരള സ്പൈസസ്.